പക്ഷേ ഈ കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഒരു നടിയെ കഴിഞ്ഞ ദിവസം വിവാദപരമായിട്ടുള്ളൊരു പരാമർശം നടത്തി. കേൾക്കുമ്പോൾ വിവരമില്ലായ്മയാണെന്ന് നമുക്ക് തോന്നും. വിവരമില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല. അപ്പോൾ ആ പരാമർശം എന്ന് പറയുന്നത് ഈ മാനസിക രോഗങ്ങൾ, ഈ വട്ട് എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു ഡിപ്രഷൻ ആണ്. ഡിപ്രഷൻ അങ്ങനെ വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, വട്ടെന്ന് ഭ്രാന്തെന്ന് ഒക്കെ കേട്ടിട്ടുണ്ട്. മാനസിക രോഗം എന്ന് പറയുന്നത് പനി പോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജലദോഷം പോലെയൊക്കെ മനസ്സിന് വരുന്നൊരു രോഗമാണ്. അതിപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആൾക്കാരത് അവരുടെ മാനസിക പ്രയാസം പറയാൻ തയ്യാറാവുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഈ അടുത്തിടയ്ക്കാണ് ലോക മാനസികാരോഗ്യ ദിനം വന്നുപോയത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ പ്രസ്താവന അത്ര കണ്ടൊരു നല്ല പ്രസ്താവനയല്ല. വെറും ഒരു ഡിപ്രഷൻ ആണെന്നോ, അത് എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് വരുന്നില്ല. എന്തായാലും ആ പറയുന്ന രീതിയിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ ഒരു ധനഞ്ജയൻ, കയ്പമംഗലം സ്വദേശി ഒരു ധനഞ്ജയൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ഇവരുടെ പരാമർശം ഇവർ നടത്തിയത്, അതൊന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ശരിക്കും അടുത്ത കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും ആഭാസ നിറഞ്ഞ ഒരു ചിരിയോടുകൂടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കൃഷ്ണപ്രഭ നടത്തിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളാണ് കൃഷ്ണപ്രഭ. അവര് ശുദ്ധ വിവരക്കേട് തന്നെ അല്ല, ശുദ്ധ വിവരക്കേട് തന്നെ. ശരിക്കും ഒരു ചിരിയോട് കൂടിയിട്ട് അവരൊരു തമാശ രൂപേണ അത് പറഞ്ഞു നിർത്തിയതാണ്. പക്ഷെ അതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഡിപ്രഷനെ പറ്റിയിട്ട് അവർ പറഞ്ഞത്, ഇപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന സാധനം പണ്ട് കാലത്തെ വട്ട് അതാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഡിപ്രഷൻ എന്ന് പറയുന്നത് പണ്ടൊക്കെ വട്ടെന്ന് പറയുമായിരുന്നു. പണ്ട് നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ വട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനത്തെയാണ് ഇപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് മീൻസ് ഈ നമ്മൾക്ക് നിസ്സാരവൽക്കരിക്കുന്നു അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നു, ആക്ഷേപമാണത്. അത് ശരിക്കും പ്രത്യേകിച്ച് മാനസികാരോഗ്യം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മളിപ്പോൾ കൂടെ ഇരിക്കുന്നവരിൽ എത്ര പേര് നമ്മൾ ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് ചെറിയൊരു സങ്കടം താങ്ങാൻ പറ്റാണ്ട് വന്നിട്ടും അല്ലാണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നവരും ഈ പറയുന്ന പോലെ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക രോഗം എന്നൊക്കെ പറയുന്നത് ഒരു യൂറിൻ ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അവിടെ ഒരു അസുഖം ഇല്ല എന്നല്ല, അത് ഒരു ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പനി വരുന്നത് പോലെ ഒരു അസുഖമാണ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്, മനസ്സിന് വരുന്ന രോഗമാണ്. പക്ഷെ അവരുടെ ഈ കമന്റ് ഒട്ടും ശരിയായില്ല. അല്ല, ഈ നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് മൈൻഡിന് ഓക്കെ അല്ലായിക്കാൻ തോന്നുകയാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാവുന്ന ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡോക്ടറെ, ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിപ്രഷൻ വഴി ഒരുപാട് വലിയൊരു സ്റ്റേജിലേക്ക് പോവാതെ നമ്മളുടെ മനസ്സിനൊന്ന് കാമാക്കി നിർത്താനും നമ്മൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് തരാനും നമ്മളൊന്ന് ഓക്കെ ആക്കാനും ഒരു സൈക്യാട്രിസ്റ്റിന് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് പറ്റും. ആദ്യഘട്ടമാണെങ്കിൽ സൈക്കോളജിസ്റ്റ് ഒരു കൗൺസിലിംഗ് വഴി വരുന്നതാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഡിപ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഇതുപോലെ ഒരു ആൻറ്റി ഡിപ്രസൻ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും അതൊക്കെ സജസ്റ്റ് ചെയ്യാൻ MBBS-ഉം MD-യും കഴിഞ്ഞിട്ടുള്ളവരാണവർ. അവർക്ക് നമ്മൾ സുഖമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതൊരു തെറ്റോ അല്ലെങ്കിൽ ഒരു കുറച്ചിലോ ഒന്നുമല്ല. പണ്ട് കാലത്ത് ഈ ഭ്രാന്തന്മാരെ ചങ്ങല കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർക്കും ഒരു അസുഖമാണ് വരുന്നത്. ഇപ്പോഴും ചിലരോട് ഇങ്ങനെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ മാരിറ്റൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഡോക്ടറെ പോയി കാണൂ, ഡോക്ടർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇത് വെച്ച് കൂട്ടി നമ്മൾ ഇങ്ങനെ ഡിപ്രഷൻ ഉറപ്പായിട്ടും പോസ്റ്റ് ട്രോമ അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഡോക്ടറുടെ ഹെൽപ്പോടുകൂടി നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടർക്ക് കറക്റ്റായിട്ടൊരു മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന് പകരം നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല, നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു 10 പേരുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈവൻ ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ ഒരു 100% കഴിക്കാമെന്ന് പറയാം. അങ്ങനെ ഓരോരുത്തരും എനിക്ക് തുറന്നു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ടുള്ള ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെയും നല്ല നമ്മളിങ്ങനെ ചുറ്റുമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർ ഒരുപാടുണ്ടാവും. അതിന് കൃത്യമായിട്ടൊരു മെഡിസിനും കാര്യങ്ങളും അല്ലെങ്കിൽ ഡോക്ടറെ ഹെൽപ്പ് ചെയ്ത് നമ്മളത് വേറൊരു രീതിയിലേക്ക് പോകാണ്ട് പിടിച്ച് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ വീട്ടുകാരിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ ചേട്ടനോ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നു, ഇന്ന ഡോക്ടറെ കാണൂ, സൈക്യാട്രിസ്റ്റിനെ കാണൂ എന്ന് പറയുമ്പോൾ അയ്യേ സൈക്യാട്രിസ്റ്റിനെയോ, അവിടെ പോകുമ്പോൾ ഭ്രാന്തന്മാരുടെ ഹോസ്പിറ്റലല്ലേ, അവിടെ ചെന്നാൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടു എന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞാൽ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറയും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം അവൈലബിൾ ആണ്. പക്ഷെ അവിടെ പോകാത്തതിൻ്റെ ഒരു കാര്യം, ഇവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് നമുക്ക് അടുത്തുള്ളത്. പക്ഷെ അവിടെ പോകാൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം
ഈ തുറസായിട്ടുള്ള ഒ പി അല്ലേ, അപ്പോൾ പരിചയമുള്ള ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അവിടെ ഒ പിയിൽ നിൽക്കുന്നത് കണ്ടാൽ നാട്ടിലെന്ത് പറയും, അവർ അറിയില്ലേ. അതുകൊണ്ട് മിക്കവരും പ്രൈവറ്റിലേക്ക് പോയി ഒരു സീക്രട്ട് കൺസൾട്ടേഷനൊക്കെ എടുക്കുന്ന രീതിയിൽ. പക്ഷേ ഇത് ഇങ്ങനെ നാണിച്ചും ഒളിച്ചും ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല ശരിക്കും സൈക്കാട്രിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു അസുഖം വരുന്നത് പോലെ ക്ലിയർ ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ബോധവൽക്കരിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്ത് ഇപ്പോഴത്തെ ഡിപ്രഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ വട്ടാണ് എന്ന കൃഷ്ണപ്രഭയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലത്തെ ഒരു ഉൾവലിവുണ്ടല്ലോ ആൾക്കാർക്ക് ഇപ്പോഴും, അയ്യോ ഭ്രാന്തിൻ്റെ ഡോക്ടർ എന്ന് പറയുന്ന ആൾക്കാരിൽ ആ ഒരു പഴഞ്ചൻ ചിന്താഗതിയിലേക്ക് തിരിച്ചു വിടുന്നതാണ്. ശരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് ആൾക്കാർ. അയ്യോ ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതും ഈ പറയുന്ന പോലെ. കൃഷ്ണപ്രിയയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും എനിക്ക് അനുകൂലിക്കാൻ കഴിയില്ല. ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. അത് ശുദ്ധ വിവരക്കേടെന്നല്ല, നല്ല തല്ല് കിട്ടാത്ത. ഇത് ഭ്രാന്തെന്നൊക്കെ പറയുമ്പോഴത്തേനും ഉറപ്പായിട്ടും അയ്യോ ഇതൊരു വല്ലാത്ത കണ്ണിക്കലാണ്. ഈ വർത്തമാനം ഒരു കണ്ണന്. ശരിക്കും ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തണമെന്നാണ് ഞാൻ എന്റെ വായിച്ചറിവ്. എന്താണെന്ന് അറിയാത്തതിന്റെ ഒരു വിവരക്കേട് തന്നെയാണ് ഇതെന്നേ ഞാനും പറയുള്ളൂ. അല്ലെങ്കിൽ അഹങ്കാരമാണെന്ന് തന്നെ പറയാം. അല്ല, വിവരക്കേടിന്റെ അങ്ങേയറ്റമാണെന്ന് പറയേണ്ടി വരും. എത്ര കലാകാരിയാണ്, എത്ര പാട്ടുകാരിയാണ് എന്നൊക്കെ തന്നെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ മാത്രം ലിസ്റ്റ് പറഞ്ഞാൽ ലേഡി ഗാഗ ഗായികയായിരുന്നു, നടിയായിരുന്നു. ലേഡി ഗാഗ എന്നൊക്കെ പറയുന്ന ആങ്സൈറ്റി കൂടെ ഭയങ്കരമായിട്ട് കടന്നുപോയി ഡിപ്രഷനും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവരൊക്കെ കോടികൾ സമ്പാദിക്കുന്ന സെലിബ്രിറ്റിയാണ്. അതുപോലെ ഡ്വെയിൻ ജോൺസൺ, സെലീന ഗോമസ് ഒക്കെ ഭയങ്കര ഗായിക നടിയൊക്കെ ആയിട്ടുള്ളതാണ്. പ്രിൻസ് ഹാരി, മൈക്കിൾ ഫെൽപ്സ്, അവരൊക്കെ ലോക പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഡിപ്രഷൻ്റെ മെഡിസിൻ എടുത്തിട്ടുണ്ട്. ഇവരൊന്നും ഇത് ഈ കൃഷ്ണപ്രഭ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷനാണ്, എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്, ഡിപ്രഷനാണെന്ന് പറഞ്ഞിങ്ങനെ മടി പിടിച്ച് പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് നേരെ പോവാം എന്നുള്ള രീതിയിലാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒളിച്ചോടാൻ നോക്കുന്നു, അല്ലെങ്കിൽ അതൊരു കവചമായിട്ട് എടുത്തുകൊണ്ട് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാൻ കഴിയാല്ലാണ്ടിരിക്കാൻ മടി കാരണം നമ്മൾ പറയുന്ന ഒരു റീസൺ അല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും അത് ഒരു വരാത്തൊരാൾക്കത് പറഞ്ഞ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കി മനുഷ്യർക്ക് മനസ്സിലാവുന്നു. സ്വാഭാവികമാണ്. ഒത്തിരി ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടില് ഡിപ്രഷൻ പുറമെ തൊട്ട് നോക്കുന്ന പനി അല്ലെങ്കിൽ വേദന, ഈ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്ന നിരവധി വാർത്തകൾ വരുന്നത് ഡിപ്രഷന്റെ. ചേട്ടൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് ഭയങ്കര റിലവന്റ് ആണെന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ പേഷ്യൻസ് അല്ലെങ്കിൽ ആങ്സൈറ്റി പേഷ്യൻസിന് ഉറപ്പായിട്ടും ആത്മഹത്യ പ്രവണത കൂടുതലാണ്. അവര് ആ ഒരു പ്രവണതയിലേക്ക് പോവാണ്ട് അങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുന്നതിന് അവിടെയാണ് ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ. ഇന്നിപ്പോൾ നമ്മുടെ ഒരു 14 വയസ്സുകാരനായ ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. പാലക്കാട് ഒരു വാർത്ത വന്നു. ടീച്ചർ ആ കുട്ടിയെ ബോധപൂർവം കോർണർ ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നാണ് മറ്റു കുട്ടികൾ പറയുന്നത്. എന്നിട്ട് അവൻ്റെ കൂട്ടുകാരായ ആ കുട്ടികൾ തന്നെ പറയുന്നു അവൻ വല്ലാതെ ഡിപ്രസ്ഡ് ആയിപ്പോയി. അവൻ ആ ഒരു ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അവസരത്തിൽ അവൻ്റെ വീട്ടുകാരെ വിളിച്ചു, അവൻ മറ്റു പലരെയും വിളിച്ചപ്പോൾ ഫോൺ അവരെയൊന്നും കിട്ടിയില്ല. ഒരുവേള ആരെങ്കിലും അവനോട് ഒരു സെക്കൻഡ് സംസാരിച്ചിരുന്നെങ്കിൽ അവൻ്റെ ആ മൂഡ് മാറിയേനെ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പം പിന്നെ പല പേരുകളുമുണ്ട്. പല അസുഖങ്ങൾക്ക് പല പേരുകളും വരെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും അതിനൊരു കുറ്റമായിട്ടോ അവജ്ഞയോട് സംസാരിക്കുന്നത് ഒരിക്കലും മനുഷ്യൻ നമ്മുടെ ഈ സമൂഹത്തിലെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഒരു ശരിയായ പ്രക്രിയ അല്ല. ചേട്ടൻ പറഞ്ഞ പോലെ ആ കുട്ടി ഡിപ്രഷനിലേക്ക് പോയി എന്ന് ആ കൂട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പൊ കൃഷ്ണപ്രഭ പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് വട്ടാണെന്ന് കരുതി മാറി നിൽക്കുന്നതിന് പകരം അല്ല, അത് മാത്രമല്ല ആത്മഹത്യ വക്കിലേക്ക് പോകുമ്പോൾ നമ്മളെ സമൂഹത്തില് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, ഒരു കുഞ്ഞു ജീവൻ നമുക്ക് നഷ്ടമായി. പക്ഷെ അവിടെ ഒരു പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത് ഈ ഡിപ്രഷന്റെ വക്കിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അവിടെയാണ് നമ്മൾ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു സുഹൃത്തിനെയോ ആരെങ്കിലും വിളിച്ച് ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു തലോടലുണ്ടാവും. അല്ലെങ്കിൽ എടാ നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നല്ലൊരു സുഹൃത്തിനെ കൊണ്ട് ആ ഒരു പ്രേരണ തന്നെ ഇല്ലാതാക്കാൻ പറ്റും. പ്രേരണ ഇല്ലാതാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഡിപ്രഷന്റെ വേറൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആന്റി ഡിപ്രസന്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ. മാനസികാരോഗ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ, ഈ യോഗയൊക്കെ തന്നെ ഏറ്റവും വലിയൊരു ഘടകമാണ്. എന്തൊക്കെ ആയാലും ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതിനെ വട്ടുമായിട്ട് ഉപമിച്ചതിനോട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പൊ ധനഞ്ജയൻ എന്ന് പറയുന്ന ആൾ പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷെ ആ പരാതി നിലനിൽക്കോ ഇല്ല എന്നുള്ളതിൽ എനിക്ക് ഉറപ്പില്ല. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ വിവരമില്ലായ്മ ഒരു തെറ്റായിട്ട് നമ്മുടെ BNS-ലോ IPS-ലോ ഒന്നും ഇല്ലാത്തിടത്തോളം കാലം അങ്ങനെ ഒരു വകുപ്പ് അവിടെ വരും. ഈ ഒരു കൃഷ്ണപ്രഭ മാത്രമല്ല, ഇതേണക്കുള്ള ഒരുപാട് നിഷേധികൾ
ഇതേപോലുള്ള നിഷേധികൾ ഈ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവും. അല്ല, കൃഷ്ണപ്രഭ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വേറൊരു ഇതുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് അവരുടെ. പക്ഷെ അവർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ശുദ്ധ അസംബന്ധം എന്ന് മാത്രമേ ഇതേപോലുള്ള ഒരുപാട് കൃഷ്ണപ്രഭമാർ ഇവിടെ ഇനിയും ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ കൂടെ ചേർന്നാലേ നമ്മുടെ സമൂഹം. ഇവിടെ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് കൃഷ്ണപ്രഭനെ ജയിലിലാക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ കൃഷ്ണപ്രഭ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവർ തിരുത്തണം. നല്ല ഉപദേശം കൊടുക്കണം. അതെ, അവരെ തിരുത്തേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും.